ഹലോ, ലേക്ക് ഷോർ റിട്രീറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ വന്നത് മാംഗ്രോവ് വില്ലേജിലോട്ടാണ് കേട്ടോ. ബോട്ടിംഗ് എടുക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് ആദ്യം തൊട്ട് ഞങ്ങളവിടെ നിന്നിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ നല്ലൊരു ആംബിയൻസിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞുങ്ങൾ ഒത്തിരി എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവസാനം ബോട്ടിങ്ങിന് പോകാൻ തന്നെ തീരുമാനിച്ചു. കുഴപ്പമില്ല, 300 രൂപ, അവിടെ 335 രൂപ. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് ബോട്ട് വരാൻ വേണ്ടി. ഞങ്ങളീ പോകുന്ന സ്പീഡ് ബോട്ട് അല്ലാതെ തന്നെ മാംഗ്രോവ് വില്ലേജിൽ കയാക്കിങ്ങും പിന്നെ വള്ളവും പിന്നെ ബനാന റൈഡ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടെ നിന്നാട്ടോ മാംഗ്രോവ് അഡ്വഞ്ചർ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സ്റ്റേ ചെയ്യാനും പിന്നെ വാട്ടർ റൈഡിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഞങ്ങളെപ്പോലെ ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പീഡ് ബോട്ടാണ് കേട്ടോ നല്ലത്. വള്ളമാണെങ്കിൽ പോലും കുറച്ച് പതിയല്ലേ വരുള്ളൂ, പിള്ളേർ പെട്ടെന്ന് ബോറടിക്കും. ബാച്ചിലേഴ്സും കപ്പിൾസൊക്കെ എന്തായാലും മസ്റ്റായിട്ട് കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയാണ് ആ ലേക്കിലൂടെ കയാക്കിംഗ് ബോട്ട് പോകുന്നത് കാണാൻ തന്നെ. ബോട്ടിങ്ങിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വലിയ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടല്ല കേട്ടോ വന്നത്. പക്ഷെ ആ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ബോട്ടിങ് അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എവിടെയാ ആമി? ആലപ്പുഴയല്ല പൊന്നെ, ഇത് മാംഗ്രോവ്. മാംഗ്രോവ് ആണോ? സൂപ്പർ ഫേമി. എടാ എന്നാരോ വിളിക്കണല്ലോ ദൈവമേ. മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ബോട്ട് റൈഡ് ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആട്ടോ. അത് വേറൊരു വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബോട്ടിങ്ങിന് ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ വേണോ വേണ്ടയോ എന്ന് ഓർത്താൽ ഞങ്ങൾ നിന്നിരുന്നെങ്കിലും ഇത് വേർത്തിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്ര എൻജോയ് ചെയ്തു. കിഴക്കൂട് കഴിഞ്ഞു വന്നേ. വർക്കല ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ മൈൻഡിലുണ്ടായതാട്ടോ മാംഗ്രോവ് ബോട്ടിങ്. പിന്നെ നേരത്തെ ബുക്ക് ചെയ്യാന്ന് ഓർത്തപ്പോഴത്തേക്ക് റേറ്റ് ഇത്തിരി കൂടുതലായിട്ട് തോന്നിയോണ്ട് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാന്ന് ഓർത്തിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴും ആ എക്സ്പെൻസ് ഒക്കെ തന്നെയാണ്. ആക്ച്വലി ഒരു 3/4 മണിക്കൂർ റൈഡിന് പെർ ഹെഡ് 500 ആണ് കേട്ടോ. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. പക്ഷെ എന്നാലും ആ ബോട്ടിങ് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും അത് ശരിക്കും വേർത്തിട്ടാന്ന് തോന്നും. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആമി അതെന്തോ ആമി? വള്ളം. ടാറ്റ എടുത്തവർക്ക്, ആയി എടുത്തവർക്ക് എല്ലാവർക്കും ഇത് പോട്ട് കൊടുക്കാൻ ഒരു കൈ കൂടി കൊടു.